സംസ്ഥാനത്തെ സമ്പൂർണ്ണ അഴിമതി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് പ്രോജക്ട് സീറോ എന്ന പുതിയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി കൈമാറാനുള്ള സംവിധാനവും ഒരുക്കും. കേരളത്തെ പരിപൂർണമായി അഴിമതി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രോജക്ട് സീറോ പദ്ധതി ആരംഭിക്കുന്നത്. അഴിമതിക്കെതിരെ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വിപ്ലവകരമായ നീക്കമാണ് ഇതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഏത് ഭാഗത്തും അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് അറിയിക്കാവുന്ന സംവിധാനമാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. വിവരം നൽകുന്നവരുടെ പേര് രഹസ്യമായി സൂക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരാരാണ് പറയുന്നത് എന്നുള്ളത് പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ്. അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും വിജിലൻസ് ശക്തമായി നിരീക്ഷിക്കുമെന്നും ട്രാപ്പ് കേസുകൾ വർദ്ധിപ്പിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി കൊടുക്കാതെ സാധാരണ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. അഴിമതി അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അഴിമതി നിയന്ത്രണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. വിജിലൻസ് നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കുമെന്നും അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി. പുതിയ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ അഴിമതിക്കെതിരായ സംസ്ഥാനത്തിന്റെ പോരാട്ടത്തിന് കൂടുതൽ ശക്തിയേകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.